ഭൂമിയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒന്നാണ് നമ്മുടെ ചന്ദ്രൻ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എല്ലാ ദിവസവും കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ചന്ദ്രൻ്റെ 50 മുതൽ 60% വരെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബാക്കി വരുന്ന ഭാഗം ഭൂമിയിൽ നിന്ന് നമുക്കൊരിക്കലും കാണാൻ കഴിയില്ല. ഈ കാണാൻ കഴിയാത്ത ഭാഗത്തെ പറയുന്ന പേരാണ് ഫാർ സൈഡ് ഓഫ് ദ മൂൺ അഥവാ ഇരുണ്ട ഭാഗം. ഈ ഇരുണ്ട ഭാഗത്ത് എവറസ്റ്റിനോളം വലുപ്പമുള്ള കുന്നുകളും മറിയാന ട്രെഞ്ചിനേക്കാളും ആഴമുള്ള കുഴികളുമൊക്കെയുള്ള വളരെ വിചിത്രമായ സ്ഥലമാണെന്നാണ് കരുതുന്നത്. ചന്ദ്രൻ്റെ ഈ വിദൂര സ്ഥലത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരുപാട് ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ചൈനയുടെ ചാങ് സീരീസിൽപ്പെട്ട ചാങ് 6 ലൂണാർ മിഷൻ. ചാങ് 6 എന്ന ലാൻഡർ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുകയും ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ ലാൻഡ് ചെയ്യുകയും ശേഷം ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്ത് നിന്ന് 2 കിലോഗ്രാമോളം വരുന്ന ചെറിയ പാറക്കഷ്ണങ്ങളും മണ്ണും ശേഖരിക്കുകയും തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരികയുമാണ് ഈ ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം. എന്താണ് ചൈനയുടെ ചാങ് 6 ലൂണാർ മിഷൻ എന്ന് വിശദമായി തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ ചന്ദ്രൻ്റെ 50 മുതൽ 60% വരെയുള്ള ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ കാണാൻ സാധിക്കുന്ന ഭാഗത്തെ പറയുന്ന പേരാണ് നിയർ സൈഡ് ഓഫ് ദ മൂൺ. ഇനി നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ പറ്റാത്ത ഭാഗത്തെ പറയുന്ന പേരാണ് ഫാർ സൈഡ് ഓഫ് ദ മൂൺ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനെ പൂർണ്ണമായും കാണാൻ സാധിക്കാത്തതിൻ്റെ കാരണം ചന്ദ്രനും ഭൂമിയും ഒരേ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ചന്ദ്രൻ്റെ ഒരു സൈഡ് മാത്രമേ ഭൂമിയുടെ നേരെ വരികയുള്ളൂ. ചന്ദ്രൻ്റെ ഫാർ സൈഡിനെ കുറിച്ച് പഠിക്കുക എന്നത് വളരെയധികം വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. കാരണം ഭൂമിയിൽ നിന്നുള്ള ഭൂരിഭാഗം സിഗ്നലുകളും ചന്ദ്രൻ്റെ ഫാർ സൈഡിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രൻ്റെ ഇരുണ്ട ഭാഗത്തേക്ക് എത്തിച്ചേരാനുള്ള തടസ്സം കാരണമാണ്. നമുക്ക് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കാത്തൊരു ഭാഗത്ത് സ്പേസ് ക്രാഫ്റ്റ് ഇറക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ ആദ്യമായൊരു ലാൻഡർ ഇറക്കിയത് ചൈനയാണ് 2019 ചാങ് 4 ലൂണാർ മിഷനിലൂടെ. ഇതിൻ്റെ അടുത്ത ഘട്ടമെന്നോണം ചാങ് 6 ലൂണാർ മിഷനിലൂടെ ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ നിന്ന് സാമ്പിൾസ് ശേഖരിച്ച് അത് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യമാണ് അടുത്തത്. ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി വളരെ കാലം മുൻപ് തന്നെ ഓരോ രാജ്യവും അവരവരുടെ സ്പേസ് ഏജൻസികൾ വഴി വളരെയധികം പണം മുടക്കി ചാന്ദ്ര ദൗത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽപ്പെട്ട ഒന്നാണ് ചൈനയുടെ ചാങ് ലൂണാർ സ്പേസ് മിഷൻ സീരീസ്. ചൈനീസ് ദേവതയായ ചാങ്ങിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 2007 ചാങ് 1ൻ്റെ വിക്ഷേപണത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. ചാങ് 1 ചന്ദ്രനെ ഓർബിറ്റ് ചെയ്യുകയും ചന്ദ്രൻ്റെ ഘടനയെയും ജിയോളജിയെയും കുറിച്ചുള്ള കൂടുതൽ ഡാറ്റ ശേഖരിക്കുകയും ചെയ്തു. പിന്നീട് 2010 ചാങ് 2 വിക്ഷേപിച്ചു. ഇതിലൂടെ ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുകയും ഭാവി ദൗത്യങ്ങൾക്കായുള്ള സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുകയും ചെയ്തു. 2013 ലാൻഡറും റോവറും അടങ്ങിയ ചാങ് 3 വിക്ഷേപിച്ചു. ഇതായിരുന്നു ചന്ദ്രനിൽ ചൈനയുടെ ആദ്യത്തെ സോഫ്റ്റ് ലാൻഡിംഗ്. തുടർന്ന് 2019 ചാങ് 4 വിക്ഷേപിക്കുകയും ഇത് ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ചൈനയായിരുന്നു ലോകത്തിൽ ആദ്യമായി ചന്ദ്രൻ്റെ ഫാർ സൈഡിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്ന രാജ്യം. 2020 ചാങ് 5 വിക്ഷേപിക്കുകയും ഇത് ചന്ദ്രൻ്റെ നിയർ സൈഡിൽ നിന്നും സാമ്പിളുകൾ ശേഖരിക്കുകയും തിരികെ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. ഈ സീരീസിൽപ്പെട്ട അടുത്ത ദൗത്യമാണ് ചാങ് 6 ലൂണാർ മിഷൻ. 2024 മെയ് 3 ചൈനയിലെ വെൻജാങ് സാറ്റലൈറ്റ് ലോഞ്ച് സെൻറ്ററിൽ നിന്ന് ലോങ് മാർച്ച് 5 എന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്.
1 മാസത്തോളം ബഹിരാകാശത്തിലൂടെ സഞ്ചരിച്ച് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുകയും ലാൻഡർ ഓർബിറ്ററിൽ നിന്ന് വേർപെട്ട് ചന്ദ്രന്റെ ഫാർ സൈഡിൽ വിജയകരമായി ലാൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് റോബോട്ടിക് ആം ഉപയോഗിച്ച് ഏകദേശം 2 കിലോഗ്രാമോളം വരുന്ന പാറക്കഷ്ണങ്ങളും മണ്ണും ശേഖരിക്കുകയും അത് ഭൂമിയിലേക്ക് തിരികെ അയക്കുന്നതിനു വേണ്ടി റീ എൻട്രി ക്യാപ്സ്യൂളിൽ സൂക്ഷിക്കുകയും അത് ഭൂമിയിലേക്ക് തിരിച്ചയക്കുകയും ചൈനയിലെ ഇന്നർ മംഗോളിയ എന്ന സ്ഥലത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും ചെയ്തു. ഈ സാമ്പിളുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഗവേഷകർ ലബോറട്ടറിയിലേക്ക് മാറ്റുകയും ചെയ്തു. ചന്ദ്രനിൽ നിന്നുള്ള ഈ സാമ്പിളുകളെ കുറിച്ച് പഠിക്കുന്നത് വഴി നമുക്ക് ചന്ദ്രന്റെ രൂപീകരണത്തെക്കുറിച്ചും ചന്ദ്രനിൽ പണ്ടുണ്ടായ ഉൽക്കാപതനങ്ങളെക്കുറിച്ചും അതുപോലെ ചന്ദ്രന്റെ 2 സൈഡും തമ്മിലുള്ള വ്യത്യാസം, അതായത് ചന്ദ്രന്റെ നിയർ സൈഡും ഫാർ സൈഡും തമ്മിലുള്ള ഭൂമിശാസ്ത്രപരമായ വ്യത്യാസത്തെക്കുറിച്ച് പഠിക്കാനും ചന്ദ്രന്റെ ഫാർ സൈഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് പഠിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് കരുതുന്നത്. എന്തുകൊണ്ടാണ് ഈ മിഷൻ ഇത്രയും വെല്ലുവിളി നിറഞ്ഞതാവുന്നതെന്ന് വെച്ചാൽ ചന്ദ്രന്റെ ഫാർ സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഭൂമിയിൽ നിന്നും നേരിട്ട് കാണാൻ സാധിക്കാത്തൊരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്നും നമ്മൾ അയക്കുന്ന ഒരു റേഡിയോ സിഗ്നലുകളും നേരിട്ട് ചന്ദ്രന്റെ ഫാർ സൈഡിലെത്തില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തൊരു സ്പേസ് ക്രാഫ്റ്റ് ഇറക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഇതിപ്പോൾ ചൈന വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൻ്റെ തുടർ പാദവെപ്പെന്നോണം ചൈനയുടെ ചാങ് സ്പേസ് മിഷൻ സീരീസിലെ ഭാവി ചാന്ദ്ര ദൗത്യങ്ങളായ ചാങ് 7ഉം ചാങ് 8ഉം അത്യാധുനിക ടെക്നോളജീസ് ഉപയോഗിച്ച് ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. 2026-ൽ ചാങ് 7 വിക്ഷേപിക്കുകയും ഇത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ വെള്ളത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ചന്ദ്രന്റെ ഘടനയെക്കുറിച്ചു പഠിക്കുന്നതിനു വേണ്ടി ഓർബിറ്ററും ലാൻഡറും റോവറും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചന്ദ്രന്റെ സർഫസിലെ ഐസിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചു പഠിക്കാൻ വേണ്ടി ഒരു ചെറിയ ഫ്ലൈയിങ് പ്രോബും ഇതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 2028-ൽ ചാങ് 8 വിക്ഷേപിക്കും. ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം എന്ന് പറയുന്നത് ചന്ദ്രനിൽ ഇൻസിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ ISRU പരീക്ഷിച്ചു നോക്കുക എന്നതാണ്. അതായത് ചന്ദ്രനിൽ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ, ഫുഡ്, വാട്ടർ, ഫ്യൂവൽ അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്കായിട്ടുള്ള സാധനങ്ങൾ ഭൂമിയെ ആശ്രയിക്കാതെ ചന്ദ്രനിൽ തന്നെ ശേഖരിച്ചു വെക്കുക. ഇതിനെയാണ് ഇൻസിറ്റു റിസോഴ്സ് യൂട്ടിലൈസേഷൻ അഥവാ ISRU എന്ന് പറയുന്നത്. പക്ഷേ ഇത് എത്രമാത്രം വിജയകരമാകുമെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇത് കഴിഞ്ഞ് 2030 ചന്ദ്രനെ കോളനൈസ് ചെയ്യുക എന്നതാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യം. ഇതുപോലെ തന്നെ ചന്ദ്രനെ കോളനൈസ് ചെയ്യാൻ വേണ്ടി നാസയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 32 രാജ്യങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു വലിയ സ്പേസ് മിഷനാണ് ആർട്ടിമസ്. ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക. ആർട്ടിമസ് സ്പേസ് മിഷനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമ്മൾ വിശദമായി തന്നെ നോക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ നമ്മുടെ ലോകത്ത് സംഭവിക്കുന്നതും ലോകത്തിന് പുറത്ത് സംഭവിക്കുന്നതുമായ ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.